എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയാത്തത്? കാരണം നിങ്ങൾക്ക് ഇൻകം കുറവായതുകൊണ്ടാണോ? അല്ല, നിങ്ങളുടെ ബിസിനസ് ക്യാഷ് ഫ്ലോയിനെ കുറിച്ച് വ്യക്തതയില്ലാത്തതാണ് യഥാർത്ഥ കാരണം. ബിസിനസ് ഓണേഴ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്രശ്നം ഇതാണ്. ബിസിനസ് സ്ഥിരമായാൽ പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാം എന്നാണ് അവർ വർഷങ്ങളോളം ആലോചിക്കുക, അത് മാറ്റിവെക്കുകയും ചെയ്യും. പണം ബിസിനസ്സിൽ തന്നെ കിടക്കും. അവസാനം ആ പണം ബിസിനസ് എന്ന ബ്ലാക്ക് ഹോളിൽ അപ്രത്യക്ഷമാകും. ഒരു സർട്ടിഫൈഡ് ഫൈനാൻഷ്യൽ പ്ലാനർ എന്ന നിലയിൽ ഞാൻ ആദ്യം പറയുന്നത് ബിസിനസ്സും നിങ്ങളും രണ്ട് വ്യത്യസ്ത എൻറ്റിറ്റീസ് ആണ്. ആദ്യം നിങ്ങളുടെ വാർഷിക, അതായത് ആനുവൽ പേഴ്സണൽ ഇൻകം റിക്വയർമെന്റ് കണക്കാക്കണം. അത് ഒരു മന്ത്ലി ഇൻകം ആയിട്ട് ബിസിനസ്സിൽ നിങ്ങൾ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യാൻ വേണം. ആ ഇൻകം ഉൾപ്പെടെ കണക്കാക്കിയ ശേഷമാണ് ബിസിനസ്സിന്റെ യഥാർത്ഥ പ്രോഫിറ്റ് നിങ്ങൾ വിലയിരുത്തേണ്ടത്. അതായത് ആ ഇൻകം നിങ്ങളുടെ ബിസിനസ്സിന്റെ എക്സ്പെൻസ് ആയിരിക്കും എന്നർത്ഥം. അപ്പോഴാണ് ബിസിനസ്സും ഓണറും ഒരുപോലെ വളരുന്നത്. ഇന്നു മുതൽ നിങ്ങൾ ഈ 3 കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. ഒന്നാമത്, ഒരു കോംപ്രിഹെൻസീവ് പേഴ്സണൽ ഫൈനാൻഷ്യൽ പ്ലാൻ തയ്യാറാക്കണം. രണ്ടാമത്, നിങ്ങളുടെ ബിസിനസ് ക്യാഷ് ഫ്ലോ വ്യക്തമായിട്ട് അനലൈസ് ചെയ്യണം. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ ആനുവൽ പേഴ്സണൽ ഇൻകം റിക്വയർമെന്റ് നിശ്ചയിച്ച് അതിൽ നിങ്ങളുടെ ഭാവിയിലെ, അതായത് ഫ്യൂച്ചറിൽ വരുന്ന ഫൈനാൻഷ്യൽ ഗോൾസിന്റെ കോൺട്രിബ്യൂഷൻ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തണം. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് എന്താണ്? ബിസിനസ് നിങ്ങളെ സമ്പന്നനാക്കില്ല. ബിസിനസ്സിൽ നിന്ന് നിങ്ങൾ സൃഷ്ടിക്കുന്ന പേഴ്സണൽ വെൽത്ത് ആണ് നിങ്ങളെ ഫൈനാൻഷ്യലി ഫ്രീ ആക്കുന്നത്. നിങ്ങളുടെ ബിസിനസ് വളരുന്നതിനോടൊപ്പം നിങ്ങളുടെ പേഴ്സണൽ വെൽത്തും വളരണമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ എന്നെ കണക്ട് ചെയ്തോളൂ.